എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവേ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടുന്ന് മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. പടച്ച റബ്ബേ എല്ലാവരും കരയുന്ന ദിവസമാ, സ്വഹാബിയുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ചുമന്നു കൊണ്ടുപോവുകയാണ്. സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ ജനാസ കൊണ്ടുപോകുമ്പോ പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തള്ളവിരൽ കുത്തിക്കെട്ട് നടന്നു പോവുകയാണ്. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തള്ളവിരൽ കുത്തിക്കെട്ട് പ്രവാചകൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. പടച്ച റബ്ബേ സ്വഹാബികൾ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സഹാബികൾ പറയുന്നു, നബിയേ മയ്യത്തിന് ഭാരമില്ല നബിയേ. പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ നടക്കാൻ സ്ഥലമില്ല സഹാബ. അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വന്നിരിക്കുകയാണ്. ആകാശ ലോകത്ത് നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം എനിക്ക് നടക്കാൻ സ്ഥലമില്ല, എനിക്ക് നടക്കാൻ സ്ഥലമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തള്ളവിരൽ കുത്തിക്കെട്ട് നടക്കുകയാണ്. പടച്ചവനെ സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ ജനാസ ചുമന്നത് മലക്കുകളാ, അല്ലാഹുവിന്റെ മലക്കുകളാണ്, അല്ലാഹുവിന്റെ മലക്കുകളാണ് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ ചുമന്നത്. മലക്കുകൾ അവിടുന്ന് ഇറങ്ങി വന്നു, 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. മഹാനായ സഅദ് തങ്ങളെ ഖബറടക്കുന്നതിന് വേണ്ടി ഖബർ കുടിക്കുമ്പോ പടച്ചവനെ ഖബർ കുടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഖബറിലെ മണ്ണിന് പോലും വല്ലാത്ത സുഗന്ധമാണ്, ഖബറിലെ മണ്ണിന് പോലും വല്ലാത്ത സുഗന്ധമാണ്. ഖബർ കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവസാനം ഖബറിന്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ തുടച്ചെടുക്കുകയാണ്. അവസാനം ഖബറിന്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ തുടച്ചെടുക്കുമ്പോ ആരും കാണാതെ ഒരു പിടി മണ്ണെടുത്ത് തന്റെ മടിയിൽ വെക്കുകയാ, ആരും കാണാതെ ഒരു പിടി മണ്ണെടുത്ത് തന്റെ മടിയിൽ വെക്കുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കി എല്ലാവരും പിരിഞ്ഞു പോയി. ഈ മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അരയിലിരിക്കുന്ന ഒരു പിടി മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, ആ മണ്ണിന് പോലും വല്ലാത്ത സുഗന്ധമാണ്. പടച്ചവനെ നിങ്ങളുടെ ചരിത്രം എടുത്ത് നോക്ക്. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, അവിടുന്ന് രാത്രിയിൽ സ്വപ്നം കാണുകയാ, അവിടുന്ന് രാത്രിയിൽ സ്വപ്നം കാണുകയാ. അവിടുന്ന് ചോദിച്ചു, സഅദേ നീ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, എല്ലാവരും കരയുന്ന ദിവസം നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ. സഅദേ 70,000 മലക്കുകൾ നിന്റെ ജനാസ ചുമക്കാൻ കടന്നു വന്നല്ലോ. നിന്റെ ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നു, നിന്റെ ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നു. നീ എന്ത് നന്മയാണ് ചെയ്യുന്നത്? ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ഈ സ്വഹാബിയുടെ ഖബർ കുടിച്ച മനുഷ്യൻ സ്വപ്നം കണ്ടു. അവിടുന്ന് ചോദിച്ചു, സഅദേ നീ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി, എല്ലാരും കരഞ്ഞപ്പോ നിന്റെ മുഖത്ത് പ്രകാശവും പുഞ്ചിരിയുമായിരുന്നു. 3 നിന്റെ മയ്യത്ത് ചുമന്നവർ പറഞ്ഞു നിന്റെ മയ്യത്തിന് ഭാരമില്ല എന്ന്. 4 നിന്റെ ജനാസ ചുമക്കാൻ അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. 5 നിന്റെ ഖബർ കുടിച്ചപ്പോ, നിന്നെ ഖബറടക്കുന്നതിന് വേണ്ടി ഖബർ കുടിച്ചപ്പോ ആ ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നു. എന്ത് നന്മയാ നീ ചെയ്തേ? അല്ല നിനക്ക് ഇത്രയും വലിയ പ്രതിഫലം തരാൻ നീ എന്ത് നന്മയാ ചെയ്തേ? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഓതിയ ഖുർആൻ
ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു. അള്ളാഹ് എനിക്കതിന് തന്നതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു, സുന്നത്ത് നോമ്പ് പിടിച്ചു. ഈ 2 നന്മകൾ ഞാൻ ചെയ്തതിന് എൻ്റെ റബ്ബ് എനിക്ക് തന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിക്കുക. ആ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുക. പാരായണം ചെയ്താൽ ഈ 5 പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും. അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായം ഞാൻ പറഞ്ഞു തരാം. ഇത് നിങ്ങൾ ഇന്നിവിടെ ഇരുന്ന് ഓതണം. നമുക്കെല്ലാവർക്കും ഇന്നിവിടെ ഇരുന്ന് ഓതാം. ഇത് ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തുതരുമാറാകട്ടെ.